परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से। परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से। तुम हो मेरे जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर। कब से हूँ मैं उम्मीद में है अनकहा जो सुन लो अगर। परदेसिया मिला है तू मुझे जब से मैं कैद हूँ तेरे भी प्यार में तब से। Hello all, a very good evening to everybody. Thank you for your valuable presence for the function and we welcome everyone for the pre-wedding function. So let's begin by inviting We will welcome our beautiful bride Arya Anil onto the stage. हम दोनों की जुदा थी हस्तियाँ हो किनारा बिन जैसे कश्तियाँ। आसान हो आगे सफर तुम साथ मेरा चुन लो अगर। परदेसिया मिला है तू मुझे जब से मैं कैद हूँ तेरे भी प्यार में तब से। हो तुम हो मेरी जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर। कब से हूँ मैं उम्मीद में है अनकहा जो सुन लो अगर। परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से। मुझको इतना बताए कोई कैसे तुझसे दिल ना लगाए कोई। रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां। काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां। केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं। दिन बीते सारा तेरी फिक्र में रैन सारी तेरी खैर मनाऊं। केसरिया तेरा इश्क है पिया
मौसम में भी रंगी चनारों जैसे झनके सन्नाटों में. ഗെയിംസിലേക്ക് കടക്കുകയാണ്. നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കോമ്പാറ്റബിലിറ്റി ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് ഉത്തരങ്ങളൊക്കെ കിട്ടി നമുക്ക് കുറച്ച് നോക്കാം. തൽക്കാലം ബ്രാൻഡ് ന്യൂ ഷൂ ഒന്നും കയ്യിൽ വേറെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഈ വെള്ള ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ആര്യ. വൈറ്റ് ഫ്ലവർ ആര്യ. പിന്നെ ഗ്രൂമിൻ്റെ ഡ്രസ്സ് ബ്രൗൺ ആണല്ലോ. സോ ബ്രൗൺ ഫ്ലവർ ഫോർ പരമോ. അപ്പോൾ രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ഫ്ലവേഴ്സ് കൊടുക്കും. രണ്ടുപേരെയും ചെയറിൽ തിരിച്ചിരുത്തി നമ്മൾ ചോദ്യം ചോദിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്? ഓക്കെ, പരമുവാണ് പറഞ്ഞിരിക്കുന്നത് ഐ ലവ് യു ഫസ്റ്റ്. രണ്ടുപേരും കറക്റ്റ് ആയിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഹൂ ഈസ് ദ ലേസി among you? ലേസി മടിയനാണോ? മടിയനായ പുത്രൻ. ഹൂ ഈസ് മോർ ഡ്രമാറ്റിക്? മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. ഒരാൾ ലേസി, ഒരാൾ ഡ്രാമ. ഹൂ ഈസ് ദി ആംഗ്രി ബേർഡ്? ആര്യാണ് ആംഗ്രി ബേർഡ്. ഓക്കെ. ഹൂ ഈസ് ദി ബെറ്റർ പ്ലാനർ? പ്ലാനിങ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നത് ആര്യാണ്. ഹൂ ഈസ് മോർ ക്ലംസി? ആര്യാണ് മോർ ക്ലംസി. ഹൂ ഈസ് മോർ ലൈക്ലി ടു ഫർഗെറ്റ് ഡേറ്റ്സ്? പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ മറന്നു പോകുന്നത് അത് പരമാണ്. ഓക്കെ. ഹൂ ടേക്സ് മോർ ടൈം ടു ഗെറ്റ് റെഡി? ഓഫ് കോഴ്സ് ഗേൾസ് ആയിരിക്കുമല്ലോ, ആര്യ. ഹൂ ഈസ് ദ ബെറ്റർ സീക്രട്ട് കീപ്പർ? പരമോ. ഹൂ ഈസ് ദ ഫണ്ണി വൺ? ഹൂ സ്പെൻഡ്സ് മണി ദ മോസ്റ്റ്? നല്ല ചിലവാക്കുന്ന ആള് ആര്യാണ്. ഹൂ സ്പെൻഡ്സ് മോർ ടൈം ഓൺ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ആള്? രണ്ടുപേരും. Who is more likely to cry in a movie? സിനിമ കണ്ട് കരയുന്ന ആള്? കരയാറുണ്ട് സിനിമ കാണുമ്പോൾ. Who laughs at inappropriate times? രണ്ടുപേരും. Who loves the other one more? It's the last question ആണ്. Who loves the other one more? ആര്യ വിചാരിക്കുന്നത് പരമുനാണ് ആര്യനെ കൂടുതൽ ഇഷ്ടം എന്നാണ്. പക്ഷേ പരമു തിങ്സ് ആര്യ ലവ്സ്. നല്ല കോമ്പാറ്റബിൾ ആയിട്ടുള്ള കപ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കടക്കാം. ഈ ഓഡിയൻസിനുള്ള ഗെയിംസ് ആണ്. ഒരു 10-15 പേരെ കിട്ടോ സ്റ്റേജിലേക്ക് വന്ന് കുറച്ച് ധൈര്യമുള്ള ഒരു 10-15 പേര്. വലിയ ധൈര്യമൊന്നും വേണ്ട, ചെറിയ സിമ്പിൾ ഗെയിംസ് ആണ്. വന്നോ. ബ്രൈഡിന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും വരണം. ബ്രൈഡിന്റെ സൈഡിൽ ആരെങ്കിലും വാ. ഒരാളൂടെ ഒരു 10 നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ഒരാളൂടെ ബ്രൈഡിന്റെ സൈഡിൽ നിന്നാണോ ഗ്രൂമിന്റെ സൈഡിൽ നിന്നാണോ എന്നൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രൈഡിനെയും ഗ്രൂമിനെയും എങ്ങനെ അറിയാം, അവരെ പറ്റിയുള്ള അഭിപ്രായം ഓരോരുത്തരായിട്ടൊന്ന് പറയാം. എൻ്റെ പേര് അക്ഷയ് എന്നാണ്. ഞാൻ പരമുൻ്റെ സൈഡിൽ നിന്നാണ്, ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നാണ്. അവരെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ സ്കൂൾ മേറ്റ്സ് അല്ല, കോളേജ് മേറ്റ്സും അല്ല, ഞങ്ങൾ എവിടെയോ പരിചയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു മീറ്റിംഗ് പോയിന്റ് പറയാനില്ല. ബട്ട് അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എസ്പെഷ്യലി ഇന്ന് അവൻ കയറി വന്ന് ഇവിടെ ആര്യയെ കാണുന്ന ആ മൊമെന്റ് എനിക്കൊരു സിനിമാറ്റിക് മൊമെന്റ് പോലെ തോന്നിയത്. അവൻ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേരാണ് പരമേശ്വർ. 9ാം ക്ലാസ് വരെ +2 വരെ പഠിച്ചതാണ്.
അക്ഷയ് ആദ്യത്തെ ചൈൽഡ്ഹുഡ് ക്ലാസ്മേറ്റുകളാണ്. സെൻറ്റ് മേരീസ് സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ആര്യ കൊച്ചിലെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയപ്പോൾ ഒരു ഫ്രണ്ട് എന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞു, ഈ കുട്ടി നിൻ്റെ കൂടെ പഠിച്ചതാ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പരിചയപ്പെടുത്തുമ്പോഴേക്കും നോക്കാൻ കുട്ടി പോലെ പിന്നെ ഞങ്ങളങ്ങനെ കോൺടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ രണ്ടുപേരും എനിക്ക് അല്ലാതെ പരമേശ്വരി ഞാൻ 9ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പരമേശ്വരി ബാംഗ്ലൂരൊക്കെ പഠിച്ചു. അപ്പം ചെന്നപ്പോൾ അവർ പുറത്തുനിന്ന് വന്ന പയ്യൻ എന്നുള്ളൊരു ദുബായ് ബാംഗ്ലൂർ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ ഭയങ്കര ഫണ്ണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരെ കൊണ്ട് ചിരിപ്പിക്കും നല്ലോണം. പിന്നെ എൻ്റെ വീടിനടുത്തായിരുന്നു, വണ്ടിക്കീടായിരുന്നു വീട്. പിന്നെ മാറിപ്പോയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരമേശ്വരൻ. അങ്ങനൊന്നുമില്ല, എല്ലാവരും ഞങ്ങളൊക്കെ ക്ലോസ് ഫ്രണ്ട്സാണ്. എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ പേര് ആനന്ദ് എന്നാണ്. ഞാനും പരവും +2 തൊട്ട് കാണുന്നതാണ്. ഈ ആശ്രമത്തിൻ്റെ ചുറ്റും പല പരിപാടികളായിട്ട് കറങ്ങി നടന്ന് കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവിടെ അവരുടെ കല്യാണത്തിന് ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതില്ല. ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കും. പരവും ഇതൊരു പുതിയ ബിഗിനിങ് ആവട്ടെ. എല്ലാ ആശംസകളും രണ്ടുപേരും. പേര് ആര്യൻ എന്നാണ്. ഞാൻ ഇവൻ്റെ കൂടെ പഠിച്ച ഇവൻ്റെ ഫ്രണ്ടായിരുന്നു പരമു. അങ്ങനെ എനിക്ക് പരമുവിനെ പരിചയം. അപ്പം പരമുവിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവനെ എപ്പോൾ കാണാൻ ചെന്നാലും ചിരിച്ചോണ്ടേ വരത്തുള്ളൂ. ചിരിച്ച് ഇങ്ങനെ കള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒരു നല്ല ക്വാളിറ്റിയാണ്. എങ്ങനത്തെ മൂഡിൽ നമ്മൾ ഇരുന്നാലും പെട്ടെന്ന് ചിയർ ചെയ്യാൻ അവന് പറ്റും. എങ്ങനെ ഇതിരുന്നാലും എപ്പോൾ കണ്ടാലും ആ ഒരു ജോവിയൽ ഫേസുമായിട്ട് വരത്തുള്ളൂ. ആ ഒരു പിന്നെ ഭയങ്കര ഫണ്ണിയാണ്. ആ ഒരു കാര്യം പിന്നെ എല്ലാവർക്കും അറിയും. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ്. എൻ്റെ പേര് അമോയ് എന്നാണ്. ഞാൻ പരമൻ്റെ സ്കൂൾ ടൈം തൊട്ടുള്ള ഫ്രണ്ടാണ്. ഞങ്ങൾ എനിക്കൊന്നൊരു 8ാം ക്ലാസ്സിൽ തൊട്ട് ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ സൈക്കിൾ കൊണ്ട് തുടങ്ങിയ ബന്ധമാണ്. ആക്ച്വലി ഞങ്ങൾ സൈക്കിളെടുത്ത് വളരെ ലോങ് ഡ്രൈവ്സിൽ പോയി അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ശരിക്കും ഒരു സുഹൃത്ത് എന്നുള്ള തരത്തിൽ അങ്ങനെ ഒതുക്കി നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ഫ്രണ്ട് എന്നുള്ളതല്ല. പരമോ ഞാനെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരും അത്ര ക്ലോസ് ആയിട്ട് ഒരുമിച്ച് വളർന്നു വന്ന ആളുകളാണ്. അപ്പോൾ അവിടുന്ന് ഈ ജേർണി ഇപ്പം അവനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആര്യനെ ഞാൻ പരിചയപ്പെടുന്ന ആക്ച്വലി കഴിഞ്ഞ ചേച്ചീൻ്റെ ബുട്ടീക്കിൻ്റെ ഉദ്ഘാടനത്തിന് ഒന്നാണ് ആക്ച്വലി. അതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല. പക്ഷേ രണ്ടുപേർക്കും എന്തായാലും എല്ലാവിധ ആശംസകളും നേരിടും. ായിട്ടുള്ള പരിചയമാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എങ്ങനെ പറയാനൊന്നുമില്ല. അടിപൊളിയാണ് അവൻ. ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുടെ കല്യാണമുണ്ട്. അപ്പം അതിന് ഭയങ്കര എക്സൈറ്റഡാണ് ഞങ്ങളെല്ലാവരും. ഏതൊരു സമയത്തും ഇവൻ്റെ അടുത്ത് നിന്ന് അതിപ്പോൾ ഒരു വിഷമം ഉണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിലും ഇവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ വിഷമമാണെങ്കിൽ അവൻ സന്തോഷമാക്കി തരും നമുക്ക്. അത് ഭയങ്കര ഒരു പോസിറ്റീവാണ് ഇവർ. Parimu is a funny guy. Parimu is a great friend. Parimu is you are a lucky girl. Okay, അപ്പോൾ നമുക്ക് അയ്യോ ബ്രൈഡിൻ്റെ ആൾക്കാർ പറയൂ ബ്രൈഡിനെ കുറിച്ച്. എൻ്റെ പേര് ഗൗരി. ഞാൻ ചേച്ചിയുടെ ഭാഗത്തുനിന്നാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ് ആദ്യ ചേച്ചി. പിന്നെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷേ ചേച്ചി ഭയങ്കര സ്വീറ്റാണ്, ബ്യൂട്ടിഫുള്ളാണ്. ഹലോ, എൻ്റെ പേര് സ്നേഹ. എൻ്റെ കസിൻ സിസ്റ്ററാണ് ആര്യ ചേച്ചി. കുഞ്ഞിലെ തൊട്ടേ എന്നെ എടുത്ത് വളർത്തിയ ഒരു ചേച്ചിയാണ് ആര്യ ചേച്ചി. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെ എൻ്റെ കൂടെ സപ്പോർട്ടറായിട്ട് നിൽക്കുക. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഹായ്, എൻ്റെ പേര് സിദ്ധാർത്ഥ്. ചേച്ചിയുടെ കസിനാണ്. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയും. പണ്ട് എന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ കളിപ്പിച്ചെന്നൊക്കെ പറയും. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പം ഇറങ്ങിയില്ല.
അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആകെ പ്രോബ്ലം മാത്രമാണ്, വേറെ കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഗെയിമല്ല, ഇത് ജസ്റ്റ് നിങ്ങളുടെ ഇൻട്രോ. ഓക്കെ, അപ്പോൾ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സാധനങ്ങൾ പറയും, അത് നിങ്ങൾ ഈ ഓഡിയൻസിൽ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അപ്പോൾ ആരാണ് ആദ്യം ലാസ്റ്റ് കൊണ്ടുവരുന്നത് അവർ ക്വിറ്റായി പോകും. ഓക്കെ, സോ ലാസ്റ്റ് ആരാണ് എല്ലാം കൊണ്ടുവരുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ കൊടുക്കുക. അത് നമുക്ക് സിമ്പിൾ സാധനമാണ്. നിങ്ങളുടെ കയ്യിലെടുത്ത് നമ്മൾ അത് ഊതി തരുന്നത് ഓഡിയൻസിനെ തന്നെ എടുക്കണം. വാച്ച് ഫസ്റ്റ് സിദ്ധു. ഒരു 4-5 പേര് വാച്ചുമായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഓക്കെ, ആനന്ദ് ഔട്ടായിട്ടുണ്ട്. സാരമില്ല, പോട്ടെ. അരിദത്താണ് ഔട്ടായിരിക്കുന്നത്. ഓക്കെ, കാർ കീസ് എടുക്കാൻ പുറത്ത് കാറിൻ്റെ അകത്ത് പോയി തോന്നുന്നു. ഇനി അടുത്തത് കാർ കീസ് കൊണ്ട് തിരിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് കൊണ്ടുവരുന്നത് 1 രൂപയുടെ കോയിൻ. ഒരാളും കൂടി തിരിച്ചു വരാനുണ്ട്. ഒരാൾ ഔട്ടായി. തന്നെ ഔട്ടായോ? 2 പേരും ഔട്ടായോ? എല്ലാവരും കോയിനൊന്ന് നോക്കിക്കേ. 1 രൂപന്നല്ലേ? ഓക്കെ, ഓക്കെ, നിതിൻ ഔട്ടായിട്ടുണ്ട്. ഓക്കെ, അന്നേ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുന്നതാണ്. വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. രണ്ടുപേർക്ക് ലിപ്സ്റ്റിക് കിട്ടിയില്ലേ? കുറച്ച് നോക്കിക്കോ. തപ്പി മടുത്തോ? മടുത്തില്ല. ആരുടെയെങ്കിലും അതിൽ ലിപ്സ്റ്റിക് ഉണ്ടോ? ലിപ്സ്റ്റിക് ഉണ്ടോ? ആരുടെയും ഇല്ല. ഓക്കെ, അപ്പൊ 2 പേർക്ക് ലിപ്സ്റ്റിക് കിട്ടിയിട്ടില്ല. 2 പേരും ഔട്ടായിട്ടുണ്ട്. ഓക്കെ,
Only outside back. Okay, അടുത്തത് bring your bag. Tight competition ആണ്. So last, convince and bring a child. കുട്ടി. No matter what the fuck these hoes talking about, just know you a bad bitch every motherfucking time that you wake up and you look in that motherfucking mirror. All the pretty girls walk like this. Pretty girls walk like this. All the pretty girls walk like this. Pretty girls walk like this. All the pretty girls walk like What's my name? My name is Sheila. Sheila Pizza Bunny. I'm too sexy for you, but तेरे हाथ ना आनी. No. Sheila. Sheila Pizza Bunny. I'm too sexy for you, but तेरे हाथ ना आनी. बजने दे धड़क धड़क ढोल ताश धड़क धड़क भंडारा झिड़क झिड़क मल्हारी खड़क धड़क भड़क साली चटक मटक फटक साली दुश्मन की देखो जो फट लावली अरे बजने दे धड़क धड़क ढोल ताश धड़क धड़क भंडारा झिड़क झिड़क मल्हारी खड़क धड़क भड़क साली चटक मटक फटक साली दुश्मन की देखो जो फट लावली बजने दे धड़क धड़क ढोल ताश धड़क धड़क भंडारा झिड़क झिड़क मल्हारी खड़क धड़क भड़क साली चटक मटक फटक साली दुश्मन की देखो जो फट लावली लगा सनसेट भाई तेरा फुल सेट है मोशन भी देखो मेरा बनने लगा देखो तो हसीना को वाना भी करीना को ठुमको का फीवर है चढ़ने लगा थोड़ा हार्ड सा होके थोड़ा जेंटल सा होके थोड़ा सेंटी सा होके थोड़ा मेंटल सा होके सारे 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 Let's not joke. पंखट पे आके सैया मरोड़े भैया and everybody blames it on Radha छेड़े है हमका नैया
ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ. കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുത്. ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലികിലുങ്ങി അല്ലിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. മല്ലികവാണത്തെ അമ്പുകളോ കണ്ണുള്ള തുമ്പുകളോ അമ്പിളി പൂനില നാമ്പുകളോ ചിരിക്കുമ്പികളോ മുല്ലമലർ മണി ചെണ്ടുകളോ നിന്മണി ചുണ്ടുകളോ തെന്തെറിഞ്ഞെത്തുന്ന വണ്ടുകളോ മുങ്ങിന കുണ്ടുകളോ. മല്ലികവാണത്തെ അമ്പുകളോ അമ്പിളി പൂനില നാമ്പുകളോ മുല്ലമലർ മണി ചെണ്ടുകളോ തെന്തെറിഞ്ഞെത്തുന്ന വണ്ടുകളോ. മല്ലികവാണത്തെ അമ്പുകളോ കണ്ണുള്ള തുമ്പുകളോ അമ്പിളി പൂനില നാമ്പുകളോ ചിരിക്കുമ്പികളോ മുല്ലമലർ മണി ചെണ്ടുകളോ നിന്മണി ചുണ്ടുകളോ തെന്തെറിഞ്ഞെത്തുന്ന വണ്ടുകളോ മുങ്ങിന കുണ്ടുകളോ. അടിപൊളിയായിരുന്നു, അടിപൊളി, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ആര് മാത്രം സൂപ്പർ എല്ലാരും സൂപ്പറാ. ആര് പണ്ടേ സൂപ്പറാണല്ലോ. വളരെ ഇതൊന്നും പറയാം, ഇതൊന്നും വന്നിട്ടില്ലല്ലോ അല്ലേ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. മുന്നിലല്ലാതെ ഒന്നുകൂടി പോലും പോവേ. മാറിക്കേ കൂട്ടി മുൻപിലെ ഉറങ്ങിയില്ലേ. താരാട്ടും പാട്ട് മണിത്തത്തെ ഉറങ്ങിയില്ലേ. പിന്നീടും നീ നെഞ്ചിച്ചാലും ചീവാവേ എന്റെ മുട്ടില. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. മുന്നിലല്ലാതെ ഒന്നുകൂടി പോലും പോവേ. कैसे ये बीते दिन रब जाने दिल जाने, तेरा तराना तेरी धुन मिलके गले तेरी यादों के साए से दिल का लगाना था शगुन. तेरे सदके मेरी सारी जिंदगी रांझना रांझना वे रांझना मेरे यार वे रांझना रांझना वे रांझना मेरे यार रांझना रांझना वे रांझना मेरे यार वे
ഒഴുകി വന്നു ആയർമേൽ കിടാവേ പാൽക്കുടം തുളുമ്പിയായിരം തുമ്പപ്പൂ ആയി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂ ആയി വിരിഞ്ഞു മെല്ലെ മുഖപടത്തിൽ रुक सी गई थी ये सांसों की कहानी तुमसे मिले फिर चला ये दिल